മദ്യനയത്തിലെ ഇളവിൽ കോഴ ആരോപണം. ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്ന സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകുന്നത്. പണപ്പിരിവിന് അസോസിയേഷൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പ്രസിഡന്റ് വി സുനിൽകുമാർ. കോഴ ആരോപണം സർക്കാർ അന്വേഷിക്കും. എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. പുറത്തുവന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളെന്ന് വി ഡി സതീശൻ. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് CPM. എക്സൈസ് മന്ത്രി രാജിവെക്കേണ്ടതില്ലെന്ന് MV ഗോവിന്ദൻ. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പോലീസിൽ പരാതി നൽകിയ ഏലൂർ നഗരസഭ. രാസമാലിന്യം ഒഴുക്കിയ കമ്പനികൾക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. മാനദണ്ഡങ്ങൾ ലംഘിച്ച കമ്പനികളുടെ പട്ടിക ആവശ്യപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന് നോട്ടീസ്. പെരിയാറിലെ ഓക്സിജന്റെ അളവ് സാധാരണ നിലയിലെത്തിയെന്ന് കുഫോസ് പഠനം. സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു. തൃശൂരിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണു. കുത്തൊഴുക്കിൽ കണ്ണൂർ എയർപോർട്ടിന്റെ ചുറ്റുമതിൽ തകർന്നു. കാസർഗോഡ് മത്സ്യബന്ധന ബോട്ട് ഒഴുകിപ്പോയി. കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ ഇടപെട്ട് ഹൈക്കോടതി. ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിലെ 1-ാം പ്രതിയുടെ വധശിക്ഷ ഒഴിവാക്കി ഹൈക്കോടതി. നിനോ മാത്യുവിന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു. പ്രതിക്ക് പരോളില്ലാതെ 25 വർഷം കഠിന തടവ്. 2-ാം പ്രതി അനിശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം ശരിവെച്ചു. കാസർഗോഡ് 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിലായത് ആന്ധ്രയിൽ നിന്ന്. പ്രതി സമീപവാസിയെന്ന് സൂചന. IPL ഫൈനലിൽ കൊൽക്കത്തയുടെ എതിരാളികളെ ഇന്നറിയാം. 2-ാം ക്വാളിഫയറിൽ ഹൈദരാബാദ് രാജസ്ഥാൻ പോരാട്ടം. മത്സരം രാത്രി 7:30 ചെന്നൈയിൽ.